ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സെക്കൻഡ് ഡേ ഓഫ് ഈദ് ഹോളിഡേ ആണ്. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഡെസേർട്ട് സഫാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഈവനിങ് ടൈമാണ്. സോ ഞങ്ങളോട് അവിടെ ഒരു ഇൻ ബിറ്റ്വീൻ 5 to 6 PM ആ സമയത്താണ് എത്താൻ പറഞ്ഞിരിക്കുന്നത്. ഒരു 5:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തും. ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ ഡെസേർട്ട് സഫാരി ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ടൈം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടായിരുന്നു പോയിരുന്നത്. ഈ ടൈം ഞങ്ങൾ ചേട്ടനും കുഞ്ഞും ഞാനും മാത്രമേ ഉള്ളൂ. സോ ഇന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനിപ്പോൾ ഓട്ടിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് 2 തവണയില്ല 2-3 തവണ ഇപ്പോൾ തന്നെ വഴി തെറ്റി. അതിൻ്റെ ഒരു ഡെസ്പായിരിക്കുകയാണ് ചേട്ടൻ ഞാൻ പറഞ്ഞത് വിടാൻ. ബിക്കോസ് മാപ്പ് കുറച്ച് ചുറ്റിച്ചു ഞങ്ങളെ. അങ്ങനെ നമ്മൾ ഷാർജയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അൽബയദ ഷാർജ, അവിടെയാണ് ഡെസേർട്ട് സഫാരിക്കായിട്ട് ഞങ്ങൾ പോകുന്നത്. വണ്ടി പൊതഞ്ഞു പോയി. ലാസ്റ്റ് ടൈം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. ഈ ഇരിക്കുന്ന ആൾ എൻ്റെ വയറ്റിലുണ്ടായിരുന്നു ഞാൻ ഡെസേർട്ട് സഫാരി ചെയ്യുന്ന സമയത്ത്. ഒരുപാട് ഓർമ്മകൾ വരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെയാണോ വന്നതെന്ന് എനിക്കറിയില്ല. അല്ലല്ലേ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതുപോലെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു 2 weeks ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തതൊക്കെ. ആ സമയത്ത് എന്തോ അയ്യടാ നേരിക്കടാ പോന്ന. അപ്പോൾ ഈ വട്ടം നന്നുവിനെയും കൊണ്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ അവസാനം ഞങ്ങൾ എത്തി ഗൈസ്. നല്ല തിരക്കുണ്ട് ഇവിടെ, കണ്ടോ പാർക്കിംഗ്, ദൂരം വണ്ടികളാണ്. ഈദ് ഹോളിഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അതുമല്ല ബാക്ക് ടു ബാക്ക് ഓരോരുത്തരുടെയും വണ്ടി മണ്ണിൽ പൊതിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഞങ്ങളെ പിക്ക് ചെയ്യാനുള്ള വണ്ടി എത്തി. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു ജേർണി ആയിരുന്നു. അവിടെ നിന്നൊരു 5 minutes ട്രാവലാണ് ആ ഒരു സ്പോട്ടിലേക്ക്. കഴിഞ്ഞ തവണ ഞങ്ങൾ പോയപ്പോൾ കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് വെട്ടത്ത് മരുഭൂമി കാണാൻ പറ്റിയിരുന്നു. ഇതിപ്പോൾ രാത്രി സമയത്താണ് കാണുന്നത്. ഡെസേർട്ടിൽ കൂടെ വണ്ടിയിൽ പോകുമ്പോഴുള്ളൊരു ജെർക്കിംഗ് അത് നല്ല. ഡെസേർട്ട് സഫാരിക്കായി ഞങ്ങൾ ചൂസ് ചെയ്തത് ഡെസേർട്ട് സ്പോട്ടാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടായ മുനവറാണ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റ്സും അവിടെ ചെയ്തു തന്നത്. ഞങ്ങൾ അവിടേക്ക് സെൽഫ് ഡ്രൈവാണ് എടുത്തതെങ്കിലും അവരുടെ പാക്കേജിൽ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നമ്മളെ പിക്ക് ചെയ്ത് അവരുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ 4x4 പാക്കേജുകളുണ്ട്. 7 o'clock അവിടെ ലൈവ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഓൺ ടൈമിൻ്റെ ആൾക്കാരായതുകൊണ്ട് 6:55 ആയപ്പോൾ ഞങ്ങൾ ആ സ്പോട്ടിലെത്തി. അവിടുന്ന് കോർഡിനേറ്റർ ഞങ്ങളെ ഞങ്ങളുടെ സീറ്റിങ്ങിലേക്ക് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ചേട്ടൻ്റെ ഫ്രണ്ട് മുനവറാണ് നമുക്ക് അവിടെ വേണ്ട അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തു തന്നത്. ഞങ്ങൾ പ്രീമിയം VIP പാക്കേജാണ് എടുത്തത്. മുനവർ ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ റിസർവ്ഡ് ആക്കി തന്നിരുന്നു. സോ നന്നായിട്ട് ഞങ്ങൾക്ക് പ്രോഗ്രാംസൊക്കെ കാണാൻ പറ്റി. ഫസ്റ്റ് തന്നെ തെനൂറ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. തെനൂറ ഡാൻസ് കഴിഞ്ഞതോടെ ബെല്ലി ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു.
ഇവിടെയാണ് നോർമൽ പാക്കേജിൻ്റെ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെയും അതേസമയം തന്നെ പെർഫോമൻസുകൾ നടക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം ഞങ്ങൾ വന്നപ്പോൾ നോർമൽ പാക്കേജാണ് എടുത്തിരുന്നത്. ഈ ടൈമാണ് VIP പാക്കേജ് എടുത്തത്. ഫുഡൊക്കെ ബൊഫേ സിസ്റ്റം ആയിരുന്നു. സെൽഫ് സെർവിങ് തന്നെയാണ് ഫുഡ്. അവിടെ ബൊഫേ സിസ്റ്റം പോലെയാണ്. നമ്മൾ പോയി ഫുഡ് ആവശ്യത്തിന് എടുക്കുക. അറബിക് ഫുഡും കബാബും എന്തൊക്കെയാണ് പാസ്ത, ന്യൂഡിൽസ്, ബിരിയാണി, അങ്ങനെയുള്ള ഐറ്റംസ്, സാലഡ്സ്, കട്ട് ഫ്രൂട്ട്സ്, കേക്ക്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നിരുന്നപ്പോൾ തന്നെ കുടിക്കാനായിട്ട് അവർ പെപ്സി, നോർമൽ വാട്ടർ, പിന്നെ 7up വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് അത്രയും സ്പൈസി ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് നന്നും എല്ലാം തന്നെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കത്ര എരിവും പുളിയൊന്നും ഇല്ലാത്തതും കൊണ്ട് ഓക്കെ ആയിരുന്നു. ടെനൂറ ഡാൻസ്, ബെല്ലി ഡാൻസ്, ഫയർ ഡാൻസ്. ലാസ്റ്റ് ഫയർ ഡാൻസ് ആയിരുന്നു. അസാധ്യമായിട്ടായിരുന്നു അയാൾ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളിങ്ങനെ വണ്ടറടിച്ചിരിക്കുകയായിരുന്നു. അടുത്ത് തന്നെ നിന്ന് കാണുന്നതും കൊണ്ട് ഞങ്ങൾക്കും ആ ഒരു ചൂട് കിട്ടുന്നുണ്ടായിരുന്നു തീയുടെ. ഞാൻ ആലോചിച്ചു അയാൾ അത്രയും ചൂടത്ത് നിന്നാണല്ലോ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ അവിടെ നിന്ന് ആലോചിക്കുകയായിരുന്നു. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടും അവിടെ ബോളിവുഡ് സോങ്സൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും ഗ്യാങ്ങായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്നവർ അവിടെ ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും അവിടെ സ്റ്റെപ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു കോമ്പൗണ്ടിലാണ് അവർ ഇത്രയും അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ ചെറിയ ഷോപ്സും കാര്യങ്ങളും ഉണ്ട്. പെർഫ്യൂമിൻ്റെ ഷോപ്സുണ്ട്, പിന്നെ ബാഗ്സൊക്കെ വിൽക്കുന്നതായിട്ടുണ്ട്, പിന്നെ നെയിം എഴുതിയ ഓർണമെൻറ്റ്സ് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. ഇത്രയും പേര് വരുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുള്ളൊരു വാഷ്റൂം ഏരിയ തന്നെ അവർ മെൻസിനും വുമണിനും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നോർമൽ പാക്കേജ് നടക്കുന്നത്. അതിൻ്റെ ഒരു സ്റ്റേജും സീറ്റിങ്ങുമാണ് അവിടെ കാണുന്നത്. അവിടെ മെഹന്തി ആർട്ടിസ്റ്റ് ഉണ്ട്. പാക്കേജിൽ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ചെറിയൊരു ഡിസൈന് നമ്മുടെ കയ്യിൽ ഇടാൻ പറ്റും. സോ ഞാനും ആ ഒരു ചെറിയ ഡിസൈൻ എൻ്റെ കയ്യിൽ ഇടിപ്പിക്കുകയാണ്. ഈ പാക്കേജിൽ തന്നെ ചെറിയൊരു ഏരിയയിൽ ക്യാമൽ റൈഡ് ഫ്രീ ആയിരുന്നു. ഞങ്ങൾ ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് ക്യാമൽ റൈഡ് ചെയ്തില്ല. അവിടെ ചെന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കാണുന്ന കൂട്ടത്തിൽ ക്യാമലിൻ്റെ അടുത്ത് പോയിട്ട് 1-2 ഫോട്ടോസൊക്കെ എടുത്തു. പ്രോഗ്രാംസൊക്കെ അങ്ങനെ കഴിഞ്ഞു. ഇങ്ങനൊരു റെസ്റ്റിംഗ് ഏരിയ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റി. ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത് ഇവരുടെ പാക്കേജിലുള്ള വണ്ടിയിൽ തന്നെയാണ് നമ്മളെ പാർക്കിങ്ങിലുള്ള നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ ടേണായി വണ്ടി വന്നു. അപ്പോഴേക്കും എൻ്റെ ഫോണിൽ ചാർജ് കുറയുന്നുണ്ടായിരുന്നു. ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തില്ല. ഞങ്ങൾ പാർക്ക് ചെയ്തെടുത്ത് ഞങ്ങൾ അവർ ഡ്രോപ്പ് ചെയ്തു. വണ്ടിയിൽ തിരിച്ച് ഞങ്ങൾ സേഫായിട്ട് വീട്ടിലേക്ക് എത്തി. ദുബായിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെയും ഡെസേർട്ട് സഫാരി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡെസേർട്ട് സ്പോട്ടിൻ്റെ പാക്കേജ് ചൂസ് ചെയ്യുന്നതാണ്. നല്ല പാക്കേജാണ്. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.